മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 116 സങ്കീർത്തനം 1 തിരുവാക്യം. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, അവിടുന്ന് എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം ശ്രവിച്ചു. സങ്കീർത്തകൻ തൻ്റെ ദൈവാനുഭവം നമ്മോട് പങ്കുവെക്കുകയാണ്. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, അവിടുന്ന് എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം ശ്രവിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ കർത്താവ് എത്രയോ നല്ലവനാണ്. അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ ഫലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് ആയിരിക്കുന്നിടത്ത് നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ഇന്നോളം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ അനേകം നന്മകളാൽ ഈശോ നമ്മെ ആനന്ദിപ്പിച്ചു. നമ്മുടെ കുടുംബത്തെ സംരക്ഷിച്ചു, നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിച്ചു, നമ്മുടെ ജീവിതങ്ങളെ കാത്തു സൂക്ഷിച്ചു. അതിനെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞ് ഒരു കുടുംബമായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയ സകല നന്മകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, പ്രാർത്ഥനയുടെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, വചനത്തിന്റെ ആത്മാവായി ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സാധ്യതകളെയും സാധ്യമാക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല. ആ ബോധ്യത്തോടെ പാടുകേ. അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല. പരസ്പര മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിന്റെ പ്രവൃത്തികൾ നമുക്ക് പങ്കുവെച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? അഭിഷേകത്തോടെ പാടുകേ. കർത്താവേ, സകല കെട്ടുകളെ മണിക്കണമേ, എല്ലാ പ്രതികൂലങ്ങളെയും നീക്കം ചെയ്യണമേ. കർത്താവേ, അസാധ്യതകളെ സാധ്യതകളാക്കണമേ. ബ്ലെസ് ലോർഡ്. സാധ്യമേ, എല്ലാം സാധ്യമേ,
എന്റെ യേശുവിനാൽ എല്ലാം സാധ്യമേ, സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവിനാൽ എല്ലാം സാധ്യമേ. ഹല്ലേലൂയ. കർത്താവേ, പകരുക ഈ അഭിഷേക കൃപകളാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്ലെസ് ലോർഡ്. എന്റെ യേശുവിനാൽ, വലതുകരം ഉയർത്തി, എന്റെ യേശുവിനാൽ എല്ലാം സാധ്യമേ. ഒരു 50 പേര് കേൾക്കുന്ന സ്വരത്തിൽ നേറ്റു പറഞ്ഞേ, എന്റെ യേശുവിനാൽ, എന്റെ യേശുവിനാൽ എല്ലാം സാധ്യമേ. അത് സ്വർഗത്തോളം ഉയരട്ടെ. യേശുവിനാൽ എല്ലാം സാധ്യമേ, എന്റെ യേശുവിനാൽ എല്ലാം സാധ്യമേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി വലിയ വിശ്വാസത്തോടെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവേ, അവിടുത്തെ ബലമുള്ള കരങ്ങൾ ഞങ്ങൾക്ക് നേരെ നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആലോചനയിൽ വലിയവനും പ്രവൃത്തികളിൽ ബലവാനുമായ കർത്താവേ, ഇവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, രോഗശാന്തികൾ നൽകണമേ, പാപശക്തികളെ നിർവീര്യമാക്കണമേ, ശാപക്കെട്ടുകളെ പൊട്ടിക്കണമേ, രോഗമുഖങ്ങളെ ഒട്ടിക്കണമേ, തലമുറകളെ വംശപരമ്പരകളെ സ്വതന്ത്രമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവിന്റെ ആത്മാവേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇടപെടണമേ. കർത്താവിന്റെ അരൂപിയെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ വെണ്മയുള്ളവരാക്കണമേ. താങ്ക് യു, താങ്ക് യു ജീസസ്. പരിശുദ്ധ അമ്മേ, ഞങ്ങളേവരും പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയാൽ എല്ലാം സാധ്യം, പ്രാർത്ഥനയാൽ എല്ലാം സാധ്യം. പ്രാർത്ഥനയുടെ സാധ്യത നമ്മൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല. പ്രാർത്ഥനയുടെ സാധ്യത ദൈവത്തോളം വരുന്ന സാധ്യതയാണ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ജനം മറ്റെന്തിനേക്കാളും ഉപരി പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറയപ്പെടണം. പ്രാർത്ഥനയുടെ ശക്തിയും പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയും പ്രാർത്ഥനയുടെ ഫലങ്ങളും നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതം പ്രാർത്ഥനയായിട്ട് മാറും. ശുലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 36-ാം തിരുവചനം. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവ് അന്ത്യകാലത്ത് സംഭവിക്കുന്ന 3 കെണികളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയിൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകാതിരിക്കാനും ഒരു കെണി പോലെ ആ ദിവസം നിങ്ങളുടെ മേൽ വന്നു വീഴാതിരിക്കുവാനുമായി പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക. യുഗാന്ത്യ സഭയ്ക്ക് കർത്താവ് നൽകുന്ന സന്ദേശമാണിത്. വാച്ച് ആൻഡ് പ്രേ. പ്രാർത്ഥനയിൽ ശ്രദ്ധയുള്ളവരാകുക. ഇന്ന് നമ്മുടെ അനേകരുടെ ഒരു പ്രശ്നം, നമ്മൾ വചനം കേൾക്കുന്നുണ്ട്,
നമ്മൾ പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുണ്ട്, ദശാംശം നൽകുന്നുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മ സാന്നിധ്യം കുറഞ്ഞു പോകുന്നതിന്റെ കാരണം നമ്മൾ വേണ്ട വിധം പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കി പ്രാർത്ഥിച്ച് 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 പ്രാർത്ഥനയാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വിശുദ്ധ ബൈബിൾ നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നൊരു സത്യമുണ്ട്. എവിടെയെല്ലാം ദൈവജനം പ്രാർത്ഥിക്കുവാനായി തങ്ങളെ തന്നെ സമർപ്പിച്ചുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടുന്നതായി നമുക്ക് കാണുവാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിലൂടെയാണ് ഈ സന്ദേശം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനയാൽ എല്ലാം സാധ്യമാണ്. അവിടെ 1-ാമത്തെ തിരുവാക്യം, അക്കാലത്ത് രാജാവായ ഹെരോദസ് സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങി. ആദിമസഭ വലിയ പീഡനത്തിലൂടെ കടന്നു പോവുകയാണ്. വിശ്വാസത്തിനു വേണ്ടി അനേകരെ രക്തസാക്ഷികളായി സഭയിൽ വലിയ പീഡനം ഉണ്ടാകുകയാണ്. 2-ാം വചനത്തിൽ വചനം പറയുന്നു, അവർ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി. യാക്കോബ് ശ്ലീഹ രക്തസാക്ഷിയാവുകയാണ്. യാക്കോബിന്റെ രക്തസാക്ഷിത്വം യഹൂദന്മാരെ സന്തോഷിപ്പിച്ചുവെന്ന് ഹെരോദസ് രാജാവ് മനസ്സിലാക്കി. രാജാവ് എന്താ ചെയ്യുന്നറിയോ? സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ, സഭയുടെ ലീഡറായ പത്രോസ് ശ്ലീഹായെ ബന്ധനസ്ഥനാക്കാൻ ഒരുമ്പിടുകയാണ്. പത്രോസിനെ പിടിച്ച് ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കും. 12-ാം അധ്യായം 4-ാം വചനം പറയുന്നു, 4 ഭടന്മാർ വീതമുള്ള 4 സംഘങ്ങളെ പത്രോസിനെ കാവൽ നിർത്തുകയാണ്. 5-ാമത്തെ തിരുവാക്യം, അങ്ങനെ പത്രോസ് കാരാഗൃഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭ അവനു വേണ്ടി ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഈ വചനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് അനേകരെ വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല. ദൈവത്തിന്റെ പ്രവൃത്തികൾ അനുഭവിക്കാൻ പറ്റുന്നില്ല. ജീവിതത്തോട് മടുപ്പ് തോന്നി നിരാശിതരായി കഴിയുന്ന ആയിരങ്ങള് നമ്മുടെ ഒക്കെ മധ്യയുണ്ട്. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ, പരാജയങ്ങളിൽ, വെല്ലുവിളികളിൽ, തകർച്ചകളിൽ, ദുഃഖ ദുരിതങ്ങളിൽ നാം തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. എന്താ സംഭവിക്കുക? ആദിമസഭ പത്രോസ് ശ്ലീഹായുടെ വിമോചനത്തിനു വേണ്ടി അവരെന്താ ചെയ്തത്? അവര് ഹെരോദസിന്റെ ഗവൺമെന്റിന് ഒരു വലിയ ദയാഹർജി കൊടുക്കുകയല്ലേ ചെയ്തത്? അല്ലെങ്കിൽ അന്നത്തെ രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ച് ഈ പ്രശ്നം പരിഹരിക്കുവാൻ നോക്കുകയല്ലേ ചെയ്തത്? അവർക്കറിയാമായിരുന്നു, ആരും കാണാത്ത സ്വർഗത്തിന്റെ സഹായം ഞങ്ങൾക്കുണ്ട്. കർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. പ്രാർത്ഥനയുടെ സാധ്യത തിരിച്ചറിഞ്ഞ ആദിമസഭയിലെ വിശ്വാസികള് മുട്ടുമടക്കി, ഹൃദയം നുറുങ്ങി, കരങ്ങൾ വിരിച്ച് തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഇവിടെ ഒരു ദൂത് കിടപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവജനം മുട്ടുമടക്കി
കൈവിരിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ സഭയ്ക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയുമില്ല. പ്രാർത്ഥിക്കുവാനുള്ള സമർപ്പണം നമുക്കുണ്ടാകണം. 6-ാം വചനത്തിൽ പറയാണ്, 2 പട്ടാളക്കാരുടെ മധ്യേ പത്രോസ് ഉറങ്ങുകയായിരുന്നു. പരസ്യവിചാരണയ്ക്ക് ശേഷം അവനെ കൊന്നുകളയാനായിരുന്നു ഹെറോദസ് ഗവൺമെന്റിന്റെ തീരുമാനം. എന്നാൽ നാളെ താൻ മരിക്കാൻ പോവുകയാണെന്നുള്ള വിവരം അറിഞ്ഞിട്ടും ആകുലപ്പെടാതെ, അസ്വസ്ഥനാകാതെ സുന്ദരമായി ആ 2 പട്ടാളക്കാരുടെ മധ്യേ പത്രോസ്ലീഹ ഉറങ്ങുകയാണ്. ഇതെങ്ങനെയാ കഴിയുന്നത്? ഇതെങ്ങനെയാ സാധിക്കുന്നത്? ഇതിന്റെ പുറകിലെ ശക്തി എന്താ? ദൈവജനം പത്രോസിനു വേണ്ടി മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു. ജനം പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ പരിശുദ്ധാത്മാവ് പത്രോസിനെ ശക്തിപ്പെടുത്തുകയാണ്, അവനെ ബലപ്പെടുത്തുകയാണ്. ദൈവിക കൃപാവരങ്ങളാൽ പത്രോസിനെ ജ്വലിപ്പിക്കുകയാണ്. യാതൊരു കുസിലുമില്ലാതെ, ഭയമില്ലാതെ സുഖമായി പത്രോസ് ഉറങ്ങുകയാണ്. നമുക്കിന്ന് വേണ്ടത് ഈ സ്വസ്ഥതയാണ്. കർത്താവ് തരുന്ന ഈ സമാധാനമാണ്. 7-ാം വചനത്തിൽ പറയുന്നു, പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ ആ ജയിലറയിലേക്ക് ഇറങ്ങി വന്നു. അവിടെ മുഴുവൻ പ്രകാശം പരക്കുകയാണ്. ദൈവ സാന്നിധ്യം കൊണ്ട് ആ സെല്ല് മുഴുവൻ നിറയുകയാണ്. കർത്താവിന്റെ ദൂതൻ എന്താ ചെയ്തത്? പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്ത. പത്രോസേ, പത്രോസ് എഴുന്നേൽക്ക്, എഴുന്നേൽക്കെന്ന് പറഞ്ഞ് പത്രോസിനെ തട്ടി ഉണർത്തുകയാണ്. പത്രോസ് ഞെട്ടി ഉണർന്നു. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, അവനെ ബന്ധിച്ചിട്ടിരുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീണു. നമ്മളൊന്ന് മാനുഷികമായി ചിന്തിച്ചു നോക്കിയേ. 4 പട്ടാളക്കാര് 24 മണിക്കൂറും പത്രോസിന് ചുറ്റും കാവൽ നിൽപ്പുണ്ട്. കാരാഗ്രഹവാതിൽക്കലും പട്ടാളക്കാര് നിൽപ്പുണ്ട്. രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്, അസാധ്യമാണ്, അത് നടക്കാത്തൊരു കാര്യമാണ്. എന്നാൽ പ്രാർത്ഥനയിലൂടെ ആ സാധ്യതയെ കർത്താവ് സാധ്യമാക്കുകയാണ്. പത്രോസിന്റെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. 9-ാം വചനത്തിൽ പറയുന്നുണ്ട്, പത്രോസിന് ഇതൊക്കെ ഒരു സ്വപ്നമായിട്ടാണ് തോന്നിയത്. കർത്താവിന്റെ ദൂതന്റെ പുറകെ പത്രോസ്ലീഹ ഓരോ സ്റ്റെപ്പും വെച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മളിത് ചിന്തിച്ചു നോക്കുക. കാരാഗ്രഹവാതിൽക്കൽ പട്ടാളക്കാര് നിൽപ്പുണ്ട്. എന്നാൽ പത്രോസിന്റെ കാൽപെരുമാറ്റം കേൾക്കുവാനോ പത്രോസ്ലീഹ നടന്നു പോകുന്നത് കാണുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അന്ധമായ കണ്ണുകളും ബധിരമായ ചെവികളും കർത്താവ് ആ പട്ടാളക്കാർക്ക് നൽകുകയാണ്. എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് പത്രോസ്ലീഹായെ സംരക്ഷിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ദൈവജനത്തിന്റെ തീഷ്ണമായ പ്രാർത്ഥന. 12-ാം അധ്യായം 10-ാം വചനത്തിൽ വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്. അവർ 1ഉം 2ഉം കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ടു. ഈ കാവൽ സ്ഥാനങ്ങളിലെല്ലാം പട്ടാളക്കാരുണ്ട്. എന്നാൽ ഇവർക്കൊന്നും പത്രോസ്ലീഹായെ കാണുവാനോ അവന്റെ കാൽപെരുമാറ്റം കേൾക്കുവാനോ കഴിഞ്ഞില്ല. അവിടെയെല്ലാം കർത്താവിന്റെ കരം ഉയർന്നു നിൽപ്പുണ്ടായിരുന്നു. അവർ നഗരകവാടത്തിലെത്തി കഴിഞ്ഞപ്പോൾ നഗരകവാടത്തിന്റെ ഇരുമ്പ് കവാടം അവർക്കായി തുറക്കപ്പെടുകയാണ്. ആ ഇരുമ്പ് കവാടം തുറക്കാൻ അവിടെ ആരും തന്നെ ഇല്ല. എന്നാൽ കർത്താവിന്റെ അത്ഭുതകരമായ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. പത്രോസിന്റെ മുൻപിൽ ആ ഇരുമ്പ് കവാടം തുറക്കപ്പെട്ടു. അസാധ്യമായ ഈ കാര്യത്തെ കർത്താവ് സാധ്യമാക്കി മാറ്റി. എന്തുകൊണ്ട്? ദൈവജനത്തിന്റെ പ്രാർത്ഥന. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ആദിമസഭ വിശ്വസിച്ചു, പ്രാർത്ഥനയാൽ എല്ലാം സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? പ്രാർത്ഥനയുടെ എല്ലാം സാധിക്കും. പ്രാർത്ഥനയാൽ അസാധ്യതകൾ സാധ്യതകളാകും. പ്രാർത്ഥനയാൽ പ്രതികൂലങ്ങൾ അനുകൂലങ്ങളാകും. പ്രാർത്ഥനയാൽ തകർച്ചകൾ ഉയർച്ചകളാകും. പ്രാർത്ഥനയാൽ
അടഞ്ഞുപോയ വാതിലുകൾ തുറക്കപ്പെടും. നമുക്ക് എത്ര പേർക്ക് ഈ ഉറപ്പുണ്ട്? നമ്മൾ ഒന്നിനെ കുറിച്ചും അസ്വസ്ഥരാകേണ്ട. പ്രാർത്ഥനയുടെ സാധ്യത മനസ്സിലാക്കി പ്രാർത്ഥിക്കുവാനായി തയ്യാറാവുക. ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. 7 വർഷങ്ങൾക്ക് മുൻപ് ചിലിയിൽ നടന്ന ഒരു സംഭവമാണ്. സാൻ ജോസ് എന്ന് പറയുന്ന ഒരു ഖനിയിൽ അവിടെ 33ഓളം തൊഴിലാളികൾ അവർ ആ ഖനിയിൽ ജോലി ചെയ്യുകയാണ്. എന്നാൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു വലിയ മണ്ണിടിച്ചിൽ മൂലം ഈ തൊഴിലാളികളെല്ലാം അവർ ഈ ഖനിയിൽ അകപ്പെട്ടു. രക്ഷപ്പെടുവാനായിട്ട് യാതൊരു മാർഗവുമില്ല. ലോകവുമായിട്ടുള്ള സകല കമ്മ്യൂണിക്കേഷനും അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ദിവസങ്ങൾ പലതും കഴിഞ്ഞു. അവരുടെ കയ്യിൽ ആകെ 3 ദിവസത്തേക്ക് മാത്രമുള്ള ആഹാരമേ ഉണ്ടായിരുന്നുള്ളൂ. 3 ദിവസം അവർ അത് കഴിച്ചു. കയ്യിലുണ്ടായിരുന്ന അല്പം വെള്ളം കുടിച്ചു. ആഹാരവും വെള്ളമൊക്കെ തീർന്നു പോയി. ജീവിക്കാമെന്നുള്ള പ്രതീക്ഷ അവർക്ക് നഷ്ടപ്പെട്ടു. ആ 33 പേരിൽ അവിടെ ലീഡറായിരുന്ന ജോസ് ഹെൻറിക്യൂസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. പ്രാർത്ഥനയുടെ സാധ്യത തിരിച്ചറിഞ്ഞൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു, നമ്മൾ ആരും അസ്വസ്ഥരാകേണ്ട, നമ്മൾ ആരും നിരാശിതരാകേണ്ട. അവരുടെ കുടുംബാംഗങ്ങളും ബന്ധുമിത്രങ്ങളും നാട്ടുകാരൊക്കെ വിചാരിച്ചു ദിവസങ്ങൾ കഴിഞ്ഞു, അവർ മരിച്ചുപോയി, ഇനി അവരെ പ്രതീക്ഷിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, അവർ മരിച്ചുപോയി എന്ന് അനേകർ വിശ്വസിച്ചു. എന്നാൽ ഇതിൻ്റെ അകത്ത് അവരെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ബൈബിൾ മാത്രമാണ്. ഈ 33 പേരും ആ ഖനിക്കുള്ളിൽ അവർ വട്ടം കൂടി, അവർ മുട്ടുമടക്കി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾ മുന്നോട്ട് പോയി. അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി, ഞങ്ങൾ വചനം വായിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ അതിനുശേഷം കരയും. അവരുടെ കരച്ചിൽ ദൈവസന്നിധിയിലെത്തി. സുരക്ഷാ പ്രവർത്തകരെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലുകൾ ഇങ്ങനെ തുടരുകയാണ്. ഈ സമയത്ത് സുരക്ഷാ സേന ആ ഖനിയുടെ പ്രദേശത്ത് ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഇതിൽ രക്ഷിക്കാൻ പറ്റുമോ ഇവരുടെ ആ ബോഡി കിട്ടാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഡ്രിൽ ചെയ്തുകൊണ്ടിരുന്ന കമ്പി ഇവരകപ്പെട്ടിരുന്ന ഖനിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരികയാണ്. ഇതൊക്കെ ദൈവത്തിന്റെ പ്രവർത്തനമാണ്. അവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. ആ ഡ്രിൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് വലിയ സന്തോഷമായി. ജോസ് ഹെൻറിക്യൂസ് എന്ന് പറയുന്ന അദ്ദേഹം പെട്ടെന്നൊരു കുറിപ്പെഴുതി ഈ കമ്പിയിൽ അദ്ദേഹം അത് കെട്ടുകയാണ്. ഞങ്ങൾ സുരക്ഷിതരായി ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു കുറിപ്പ് ആ കമ്പിൽ കെട്ടുകയാണ്. സുരക്ഷാ സേന ആ കമ്പി അവരെ വലിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അതിലൊരു കുറിപ്പ് കണ്ടു. ആ കുറിപ്പ് അവർ വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ 33 പേരും ഈ മണ്ണിന്റെ അടിയിൽ ഏകദേശം 30 ദിവസമായി അവർ ജീവനോട് ഇരിപ്പുണ്ട്. കാട്ടുതീ പോലെ ഈ വാർത്ത ലോകം മുഴുവൻ പ്രചരിച്ചു. ചിലിയുടെ പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞു, ദൈവത്തോടൊപ്പം ഞങ്ങൾ അവർക്ക് വേണ്ടി പൊരുതും. വളരെ ശക്തമായൊരു തീരുമാനമായിരുന്നു. അത്ഭുതകരമായി ആ സുരക്ഷാ സേന ആ മണ്ണെല്ലാം മാറ്റിക്കഴിഞ്ഞപ്പോൾ സുരക്ഷിതരായി ഈ 33 പേരും പ്രാർത്ഥനയോടെ മുട്ടുകുത്തി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്ഭുതകരമായി അപകടത്തിൽ നിന്ന് കർത്താവ് അവരെ രക്ഷിച്ചു. 33 പേരും ആ ഖനിയിൽ നിന്ന് പുറത്തു വന്നു. ലോകത്തിൽ ആയിരങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ദൈവ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. പ്രാർത്ഥനയാൽ എല്ലാം സാധ്യമാണ്. ദൈവത്തിൻ്റെ കുഞ്ഞേ, നീ ഒന്നിനോർത്തും അസ്വസ്ഥപ്പെടേണ്ട, ഒന്നിനെയോർത്തും ആകുലപ്പെടേണ്ട. പ്രാർത്ഥനയുടെ സാധ്യത മനസ്സിലാക്കി മുട്ടുമടക്കി നിന്റെ മുൻപിലുള്ള പ്രതിസന്ധികളെ, നിന്റെ മുൻപിലുള്ള വെല്ലുവിളികളെ, നിന്റെ മുൻപിലുള്ള പരാജയങ്ങളെ, നിന്റെ മുൻപിലുള്ള സകല പ്രതികൂലങ്ങളെയും
കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ വിഷയങ്ങളിലെല്ലാം കർത്താവിന്റെ അത്ഭുതകരമായ പ്രവൃത്തി വെളിപ്പെടുന്നത് കാണുവാൻ പറ്റും. ഈ വാർത്ത എത്രയോ വലിയൊരു കാര്യമാണ്. ആ 33 പേരും ഏകദേശം 30 ദിവസം ജലപാനം പോലുമില്ലാതെ ഒരു പ്രാർത്ഥനയിലും ദൈവവചനത്തിൽ കഴിച്ചുകൂട്ടി കർത്താവ് അവരെ സംരക്ഷിക്കുകയാണ്. ഈ സംഭവം നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? പ്രാർത്ഥനയാൽ എല്ലാം സാധ്യമാണ്. ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നിടത്ത് മുട്ടുകുത്തി ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ, തകർച്ചകളെ, രോഗങ്ങളെ എല്ലാം കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിക്കുക. പ്രാർത്ഥനയാൽ എല്ലാം സാധ്യമാണ്. പ്രാർത്ഥനയാൽ എല്ലാം സാധ്യമാണ്. എൻ്റെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഈ വലിയ ബോധ്യത്തോടെ ഒരു നിമിഷം നമ്മൾ ഒരുമിച്ചൊരു കുടുംബമായി സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, പ്രാർത്ഥനയുടെ ആത്മാവായി, പ്രാർത്ഥനയുടെ ചൈതന്യമായി 10,000 കത്തിപ്പെടണമേ. പ്രാർത്ഥിക്കുവാനുള്ള തീഷ്ണത നൽകണമേ. പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ, തകർച്ചകളിൽ നിരാശപ്പെടാതെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുവാൻ, തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാൻ, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുവാൻ കർത്താവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ലോർഡ്, anoint, പ്രാർത്ഥനയാൽ എല്ലാം സാധ്യമാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാനുള്ള തീഷ്ണത വർദ്ധിപ്പിക്കാം. പ്രാർത്ഥിക്കുവാനുള്ള നല്ല നല്ല തീരുമാനങ്ങൾ നമുക്കെടുക്കാം. പ്രാർത്ഥിച്ച് 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 പ്രാർത്ഥനയായി മാറുക. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹപാരമ്യമേ, എന്നുള്ളിൽ നീ കർത്താവായ ദൈവമേ, പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന തിരുസാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു, പ്രാർത്ഥനയാൽ എല്ലാം സാധ്യമാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും തലമുറകളിലെല്ലാം പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ ആത്മാവായി നിറയപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ സാധ്യത മനസ്സിലാക്കി തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളായി, കൂട്ടായ്മകളായി നാം എല്ലാം വളരുവാനായി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാൽ എല്ലാം സാധ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ സ്വരമുയർത്തി ഹൃദയം നുറുങ്ങി യേശുവിനെ വിളിക്കുന്നു. യേശുവേ, ഞങ്ങൾ ശക്തിയ നിറഞ്ഞിടുവാൻ ഉണർവയക്കണമേ നാഥ, ഞങ്ങൾ വിശുദ്ധിയ നിറഞ്ഞിടുവാൻ. ദൈവത്തിന്റെ ആത്മാവിനാൽ അനേകരെ കർത്താവ് നിറയ്ക്കുന്ന സമയം ഈശോ നൽകുന്ന ഈ സൗഖ്യ നന്മകള് സ്വന്തമാക്കിക്കൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കുന്ന കർത്താവേ, വിശുദ്ധീകരിക്കുന്ന കർത്താവേ, സുഖപ്പെടുത്തുന്ന കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ജ്വലിപ്പിക്കുന്ന കർത്താവേ, പ്രാർത്ഥനയുടെ ചൈതന്യത്താൽ ഞങ്ങളെ പൂരിതമാക്കുന്ന കർത്താവേ, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, നന്ദി, നന്ദി കർത്താവേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് മുന്നറിയിപ്പുകൾ എന്തിനു വേണ്ടി. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് എല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വ
മഹത്വമേ മഹത്വത്തിൻ